ഇങ്ങനെ ഒരു തുറന്ന കാറിലിരുന്ന് യാത്ര പോവാന്നുള്ളത് ഇവിടെ വന്നപ്പോൾ മുതൽക്കുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ. അതിന്നാണ് സാധിച്ചത്. താങ്ക് യു സോ മച്ച്. ഞാനിങ്ങനെ പലതും പറയും, ഡ്രൈവർ വണ്ടി ഓടിക്കുന്നതിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. എന്തായാലും ഫുൾ ഓർഡറിങ് ആണെന്ന്. അല്ല, ഇത് മര്യാദക്ക് അവിടെ എത്തിച്ചില്ലേ അവസാനം ഞാൻ തന്നെ കേൾക്കണേ. എന്നെ പറ്റി ആൾക്കാരെ ഞാൻ ദുഷ്ടാന്ന് വിചാരിക്കും കേട്ടോ. ദുബായിലത്തെ ഗോൾഡ് സൂക്കിലേക്കാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. ഇതാണ് ഷിൻഡഗ ടണൽ. നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. കടകളൊക്കെ തുറന്നു വരുന്നേ ഉള്ളൂ. ഞങ്ങൾ ഏർലി മോർണിംഗ് ഒരു 9:30 ആയപ്പോൾ എത്തി. അടിപൊളി. ഹലോ എവരിവൺ, വെൽക്കം ടു റേസ് വേൾഡ് ഓഫ് കളേഴ്സ്. ഇന്ന് എൻ്റെ കൂടെ ഒരു സുന്ദരി ഉണ്ട്. സുന്ദരി വരൂ. ഹലോ ഹലോ. ഇതാണ് ശ്രീകുട്ടി. ഹലോ ഹലോ ഹലോ. ഞങ്ങൾ ഇവിടെ വന്നിട്ട് പരിചയപ്പെട്ട ആൾക്കാരാണ്. പക്ഷേ ഞങ്ങൾ ഭയങ്കര സുഹൃത്തുക്കളും എൻ്റെ അനിയത്തിയെ പോലെയാണ്. കാണുന്നവരൊക്കെ പറയല്ലേ? അതെ, കാണുന്നവരൊക്കെ. ഞങ്ങളൊരു പിക്ചർ ഉണ്ട്, അത് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഇടാം. ശരിക്കും ഞങ്ങൾ ട്വിൻസാന്ന് തോന്നില്ല, പക്ഷേ സിസ്റ്റേഴ്സാന്ന് തോന്നുന്നു. ശരിക്കും സിസ്റ്റേഴ്സാന്ന് തോന്നുന്നു. അതെ. ട്രോളാൻ വന്നാണോ? അല്ല, ആൾക്കാർ പറഞ്ഞതിന് മുമ്പ് നമുക്ക് അങ്ങോട്ട് പറയാലോ. അതെ, അത് ഇതിപ്പോ ട്രോളാൻ ഞാൻ ആളെ കൊണ്ടു പോകുന്നുണ്ട്. എന്തായാലും ഞങ്ങൾ ഇന്ന് ശ്രീകുട്ടിയുടെ വണ്ടിയിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. കണ്ടില്ലേ ആ തുറക്കണ വണ്ടി? അതെൻ്റെ ഒരു ഡ്രീം ആയിരുന്നു ഇവിടെ വന്നിട്ട്. ശ്രീകുട്ടി ഇന്ന് കയറ്റാം നാളെ കയറ്റാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നാണ് ലാസ്റ്റ് അതിനുള്ള 2 വർഷമായി പ്ലാനിങ് തുടങ്ങിയിട്ട്. അതെ, 2 വർഷം. വ്ളോഗ് തുടങ്ങുന്നതിന് മുന്നേ ഞങ്ങൾ പ്ലാനിങ് തുടങ്ങിയത്. എന്തായാലും വ്ളോഗ് കാരണം ഞങ്ങൾ അതെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. അതെ, ശ്രീകുട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ കുറേ പറയാനുണ്ട്. അതിനു മുമ്പ് കുട്ടി ഒന്ന് ചാനലിനെ പ്രൊമോട്ട് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയൂ. അയ്യോ, ഡെഫിനറ്റ്ലി റേസ് വേൾഡ് ഓഫ് കളേഴ്സ് ഡെഫിനറ്റ് ആയിട്ട് കാണേണ്ട ചാനലാണ്. കാരണം ഇതിലും നന്നായിട്ട് എന്താണ് പേഴ്സണലൈസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ദുബായിനെ കുറിച്ച് ഒരു എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്നത് വേറെ എവിടെയും കിട്ടില്ല, ഇവിടെ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഡെഫിനറ്റ്ലി പോലീസൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്, നമ്മളത് മൈൻഡ് ചെയ്യാണ്ട് നമ്മൾ ഇതാക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ പ്രോബബ്ലി വീഡിയോ എടുക്കാൻ പാടില്ല എന്നുള്ള ചില റൂളുണ്ട്. പക്ഷെ നമ്മൾ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ബ്ലോഗല്ല, അത് കുഴപ്പമില്ല. പോലീസ് വണ്ടി പിന്നിൽ പോയി, സത്യം കേട്ടോ, പോലീസ് എന്നെ നോക്കി എനിക്ക് പേടിയായി. അപ്പോൾ അതൊക്കെ നമ്മൾ മറികടന്നിട്ട് സബ്സ്ക്രൈബ് ടു റേസ് വേൾഡ് ഓഫ് കളേഴ്സ്. എന്തെങ്കിലും പറയണ്ട? ലൈക്ക് കമന്റ് ഷെയർ. ലൈക്ക് കമന്റ് ഷെയർ വളരെ വളരെ അത്യാവശ്യമാണ്. അതല്ലെങ്കിൽ നമുക്കിത് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി ലൈക്ക് കമന്റ് ഷെയർ സബ്സ്ക്രൈബ് ടു റേസ് വേൾഡ് ഓഫ് കളേഴ്സ്. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുട്ടീനെ കൊണ്ട് നമ്മൾ പാട്ട് പാടിക്കുന്നതായിരിക്കും. സൂപ്പർ പാട്ടുകാരിയാണ്. പിന്നെ ഒരുപാട് പ്രൊഫൈലിൽ കുറേ കാര്യങ്ങളുള്ള ഒരാളാണ്, വഴിയെ പറഞ്ഞു. പിന്നെ ഇന്ന് നമ്മളിവിടെ എത്തിയിട്ടുള്ളത് ഗോൾഡ് സൂക്കിലാണ്, ദുബായിലെ ഗോൾഡ് സൂക്ക്. ഗോൾഡ് സൂക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. പണ്ട് ശരിക്കും ദുബായിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ വെറുതെ വിസിറ്റിന് വരുന്ന ആൾക്കാരും കൂടി സ്വർണ്ണം മേടിച്ചു കൊണ്ടുപോകുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അന്നത്തെ അയ്യോ, കള്ളക്കടത്തല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഞാൻ നേരായ കടത്താണ് ഉദ്ദേശിച്ചത്. ഇപ്പൊ ന്യൂസിലുണ്ടല്ലോ. അല്ല, പണ്ട് നമ്മുടെ നാട്ടിലും ഇവിടെയും വെച്ചിട്ട് ഭയങ്കര വ്യത്യാസം ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല അത്ര വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കൊരു വിശ്വാസമാണ്, നല്ല സാധനമാണ് എന്നുള്ളൊരു വിശ്വാസമാണ്. ഗോൾഡ് ആൻഡ് സിൽവർ ആയാലും കേട്ടോ. അതെ അതെ, സിൽവർ ഇതുവരെ മേടിച്ചു. സിൽവർ ഇവിടുത്തെ നല്ല സിൽവറാണ്, കളറൊന്നും പോവില്ല, കുറേ നാൾ നിൽക്കും. എന്നാൽ നമുക്ക് ബിസിനസ് സിൽവറിലേക്ക് പോകാം. നമുക്ക് ഗോൾഡിലേക്ക്. ഇന്ന് എന്തായാലും ഗോൾഡ് സൂക്കിലേക്ക് പോകാം. കുറേ നേരം ഈ കത്തി വെച്ച് തുടങ്ങിയിട്ട് നമുക്ക് കാര്യങ്ങൾ കാണിച്ചു തുടങ്ങാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഞങ്ങൾ ഗോൾഡ് സൂക്കിൻ്റെ ഉള്ളിലാണ്. നിറച്ച് സ്വർണ്ണക്കടകളാണ്, നിറച്ച് സ്വർണ്ണക്കടകളാണ്. 2 സൈഡിലും നിറച്ച് അല്ലേ കടകളാണ്. നിറച്ചും നമ്മുടെ വഴി തെറ്റിക്കാൻ വേണ്ടി കുറേ ആൾക്കാരുണ്ട്. അത് വേണോ ഇത് വേണോ ഫേക്ക് പ്രൊഡക്ട്സ് ഒക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അതിലേക്കൊന്നും പോകാൻ പാടില്ല. അതെ, അത് ശരിക്കും ഒരു ടിപ്പാണ്. കാരണം ഇവിടെ ആദ്യമായിട്ട് അല്ലെങ്കിൽ ഒക്കെ വരുന്ന ആൾക്കാരെ പല പല സാധനങ്ങൾ കാണിച്ചിട്ട് അവരെ പ്രലോഭിപ്പിക്കും. നമുക്ക് എന്താ വേണ്ടതെന്ന് അറിയില്ല, പക്ഷെ അവർ കുറേ സാധനങ്ങളുടെ പേര് പറയും. നമ്മൾ അവരുടെ പിന്നാലെ ചെന്ന് കഴിഞ്ഞാൽ അതൊന്നും
ഒറിജിനൽ പ്രൊഡക്ട്സ് ആയിരിക്കണമെന്നില്ല. ഒറിജിനലും ആവില്ല, പിന്നെ ഏതെങ്കിലും ഗല്ലിയുടെ ഉള്ളിലൊക്കെ കൊണ്ടുപോയി നമുക്ക് പറ്റില്ലാത്ത സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഒരിക്കലും അതിലൊന്നും പോകാൻ പാടില്ല. അതെ, നമ്മൾ പോകുമ്പോൾ ഒന്നെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ഒന്ന് റിസർച്ച് ചെയ്തിട്ട് വരിക. ഏത് ഷോപ്പിലേക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കാണാനൊക്കെ രസമാണ്, പക്ഷേ എല്ലാ കടകളിലും കയറുക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല. ഇഷ്ടംപോലെ കടകളാണ് ഇങ്ങനെ കാണാമല്ലോ, ലൈനായിട്ട് കാണുന്നില്ലേ? ബാക്കിൽ മൊത്തം ഗോൾഡ് ഷോപ്സ് ആണ്. ഇനി ഫ്രണ്ടിലേക്ക് അങ്ങോട്ട് പോയാലും നിറച്ച് ഗോൾഡ് ഷോപ്സ് ആണ്. ഇതൊരു UAE ട്രഡീഷണൽ മാലയാണ്. ഷോപ്സിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ ഡ്രസ്സുകളും ഷാളുകൾ അതുപോലെ ചെരുപ്പുകളൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. ഇത് വാട്സാപ്പിൽ നമ്മൾ ഒരു പിക്ചറിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ മാല ആരോ ഇട്ടിട്ട്. എൻ്റെ ബാക്കിൽ കാണുന്നതാണ് ഗേറ്റ് 1. ഇവിടെ 3 ഗേറ്റ്സ് ആണുള്ളത് അല്ലേ ശ്രീകുട്ടി? 3 ഗേറ്റ്സ് ആണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. അവർ പറഞ്ഞു കേട്ടപ്പോൾ 3 ഗേറ്റ്സ് ആണ്. ഈ 4 ഉണ്ടോന്ന് അറിയില്ല, നടന്നു കാണുമ്പോൾ അറിയാം. ഇല്ല, പക്ഷെ ഇതൊരു വലിയൊരു ഏരിയ തന്നെയാണ്. നമുക്ക് ഇഷ്ടം പോലെ എക്സ്പ്ലോർ ചെയ്യണം. ഒരു ദിവസം കൊണ്ട് ഒന്നും നടക്കില്ല. നമ്മളിപ്പോൾ ഇന്ന് എയിം ചെയ്തിട്ടുള്ളത് ഇന്ന് ഗോൾഡിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് തീരുമാനം. നോക്കട്ടെ എത്രത്തോളം കവർ ചെയ്യാൻ പറ്റുന്നു. ശ്രീകുട്ടിക്കൊന്നും വേണ്ടേ? എനിക്ക് ചെറുത് മതിയല്ലേ. വാട്ട്സ് ദി വെയിറ്റ് ഓഫ് ദിസ് വൺ? 100 gram ആണ്. ഇതാണ് ട്രഡീഷണൽ. ഇത് മാത്രമല്ല, ഇതിൻ്റെ വലിയ പീസുകൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇതുവരെയൊക്കെയുള്ള. അതെ, ലോങ് വൺ ഇവിടെ തന്നെ ഉണ്ട്. അതൊക്കെ എടുത്ത് താഴ്ത്തിക്ക് കൊണ്ടാണ് ബുദ്ധിമുട്ട്, കാരണം നമുക്ക് ഇത് എടുത്ത് തന്നത്. താങ്ക് യു. Can you show me the small one also? The one you showed me first? ഇത് കണ്ടു. ഇത് നമ്മളുടെ ഇളക്കത്താലി. അതെ, നമ്മുടെ ഇളക്കത്താലിയുടെ സെയിം ഇതാണ്. ഇത് ഇവിടുത്തെ ട്രഡീഷണൽ ആണെന്ന് പറയുന്നത്. നമ്മുടെ ഇളക്കത്താലിക്ക് ഇളക്കത്താലികൾ മാത്രമേ ഉണ്ടാവുള്ളൂ, ബട്ട് ഇതിന് കല്ലുകളൊക്കെ ഉണ്ട്. നല്ല രസമുണ്ടല്ലേ? പറയുമ്പോൾ ഒരു കോപ്പി അടിച്ചതാണെന്ന് പറയാം. അവർ കേൾക്കണ്ട. അവിടെ ശ്രീകുട്ടി നോക്കി നിൽക്കുന്നില്ലേ? അത് വലിയൊരു മാലയാണ്. നേരത്തെ ഞങ്ങൾ ഇട്ട് നോക്കിയില്ലേ, ആ മാലയുടെ വലിയ മാലയാണത്. ഈ ഡ്രസ്സ് പാർട്ടികൾക്കും കല്യാണങ്ങൾക്കും ഒക്കെ ഇടുന്നതാണ് പറയുന്നത്. ഏകദേശം 3 കിലോ ഉണ്ട് ഇത്രേ. ഞാൻ വിചാരിച്ചു വെറുതെ ഷോവിന് വെച്ചിരിക്കുകയായിരുന്നു, പക്ഷെ സ്ഥിരമായിട്ട് ഇടും. സ്ഥിരമായിട്ടല്ല, കല്യാണങ്ങൾക്കൊക്കെ ഇടുന്നത്. കല്യാണങ്ങൾക്കൊക്കെ ഇടുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊന്നും കാഴ്ചയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്നതല്ല, ശരിക്കും ഇടുന്ന സംഭവങ്ങളാണ് കേട്ടോ. ബോക്സ് പേഴ്സ്, സ്വർണത്തിന്റെ പേഴ്സ് അടക്കമുണ്ട്. ഇനി അത് കള്ളം കൊണ്ടുപോകേണ്ടത്. ഉള്ളിലത്തെ സാധനം ഉള്ളിൽ ഇതൊക്കെ ഗോൾഡ് ബെൽറ്റ് ആണ്. ഹിപ്പ് ചെയിൻ എന്ന് പറയില്ലേ, അതുപോലുള്ള കല്യാണങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്ന.
സൂപ്പർ. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. 200,000 dirhams. How much weight? Kilo? 700 grams. ഇതിനോട് താഴെയുള്ളൂ. അയ്യോ, വെയിറ്റ് ഇല്ലേ? കറക്റ്റ് കളറാ, ബ്ലാക്കും. സൂപ്പർ. ഇതൊക്കെ ഇങ്ങനെ കാണാനേ പറ്റുള്ളൂ, ഇടാനൊന്നും പറ്റില്ല. പക്ഷെ ഇതൊക്കെ ഇടുന്നു എന്നാ പറയുന്നല്ലേ. ഇത് പാർട്ടീസിനൊക്കെ ഇടുന്നതാണ്, പാർട്ടീസിനും വെഡിങ്സിനൊക്കെ ഇടുന്ന ഇതാണ്. ആൻഡ് ദിസ് ഇസ് ജസ്റ്റ് വൺ ഓഫ് ദ പാറ്റേൺസ്. ഇഷ്ടം പോലെ പാറ്റേൺസ് ഉണ്ട്. അപ്പോൾ എൻ്റെ പിള്ളേരിപ്പോൾ ഇതെല്ലാം പൊട്ടിയ ഇത് വാങ്ങിക്കേണ്ടി വന്നാൽ 200,000 വളരെ സിമ്പിളായിട്ട് എന്നെ ഇവിടെ വെച്ചിട്ട് എന്നാലും മതിയാവില്ല അത്. അതെ, ഇത് ഈ വയറിന് കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് കേട്ടോ. എനിക്ക് എവിടെയാണ് നിൽക്കുന്നത് സംഭവം. ഇത് പിക്ചർ എടുക്കണം, എങ്ങനെയൊക്കെ ദൂരെ പോയി പിക്ചർ. പണ്ടൊക്കെ ഡാൻസിന് വേഷം കിട്ടിയതാവുമ്പോഴല്ലേ ഞാൻ മിസ് വേൾഡ്, മിസ് യൂണിവേഴ്സ് ഒക്കെ പറയുന്നു. ഓൾറെഡി ഒരു കിരീടം ഇവിടെ ഇരിക്കുന്നുണ്ട്, കണ്ണാടി കിരീടം. ഇതൊക്കെ വെക്കണതാണ് ആൾക്കാര്. ഇതൊക്കെ നമുക്കിപ്പോൾ ഒരു ഫാൻസി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ഇതൊക്കെ ശരിക്കും ആൾക്കാർ വെക്കണതാണ്. ഇതിന്റെ പല പല ഡിസൈൻസ് ആണ്. ഇത് ചെറുതാണ് കേട്ടോ സത്യം പറഞ്ഞാൽ. ഇത് ചെറുതാണ്, ഇതിനെക്കാട്ടിലും വലിയ വലിയ ഐറ്റംസ് കൊടുത്തേക്കുണ്ട്. നമ്മുടെ തലയ്ക്ക് ഇത് താങ്ങാണ്ടിരുന്നത്. ബട്ട് നൈസ്, അവരിത് കാണിച്ചു തന്നല്ലോ. താങ്ക് യു സോ മച്ച്. ഞങ്ങളിപ്പോൾ ഉള്ളത് ഗോൾഡ് സൂക്കിലെ റൊമേസാൻ ബ്രാഞ്ച് 2-ലാണ്. ഇവരാണ് ഞങ്ങൾക്ക് കുറച്ച് മാലകളൊക്കെ ഒന്ന് ഇട്ട് നോക്കാനും വീഡിയോ എടുക്കാനൊക്കെ ഉള്ള പെർമിഷൻ തന്നു. താങ്ക് യു സോ മച്ച് ടു ദം. അല്ലേ, ആരും വീഡിയോ ഒന്നും എടുക്കാൻ ചിലർ നോ ഫോട്ടോഗ്രാഫി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ കുറേ ഉണ്ട് ഇനിയും. അത് കുറേ സാധനമുണ്ട്. നമുക്ക് എല്ലാം ഒന്നും നമ്മൾ വാങ്ങിക്കില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് അവർ എടുത്താലും ചെറിയൊരു മടിയുണ്ട്. സാരില്ല, എന്തായാലും നമുക്ക് വിട്ടാലോ? നമുക്ക് വിടാം. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. ശ്രീകുട്ടീനെ ഒരുപാട് നേരം ഇവിടെ നിർത്തിയാലേ ശരിയാവില്ല. വന്ന് പോവാ. എന്താ പേരെന്താ? ടോട്ടലി 400 ഷോപ്പ്. 400. അടിപൊളി. മലയാളീസ് വരാറുണ്ട് ഇവിടെ? മലയാളീസ് കസ്റ്റമർ ഇഷ്ടംപോലെ വരുന്നുണ്ട് അല്ലേ? 21 ക്യാരറ്റാണ്. മലയാളി കസ്റ്റമർക്ക് ഡിസൈൻ ഇഷ്ടപ്പെട്ടിട്ട് ഒരുപാട് അവർ നല്ല ഡിസൈൻസ് ആണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു കുറേ ഐറ്റംസ്. ഇവിടെ ഈ വലിയ വലിയ ഐറ്റംസ് ഇല്ലേ കുറേ ഡിസ്പ്ലേ ചെയ്ത്, അത് ശരിക്കും ആൾക്കാർ വാങ്ങിക്കാറുണ്ടോ? നമ്മൾ സെയിൽ ആവുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മളൊരു 5 കിലോൻ്റെ ഒന്നും സെയിൽ ആയിട്ടുണ്ട്. ആണോ? 5 കിലോ 6 കിലോ എല്ലാം ആവറേജ് ഒരു മന്ത്ലി 1 പീസ് എല്ലാം സെയിൽ ആവും. കല്യാണങ്ങൾക്ക് വേണ്ടിയിട്ടാ? കല്യാണങ്ങൾക്കെല്ലാം അറബി കസ്റ്റമർ. അത് കഴിഞ്ഞ് കഴിഞ്ഞ് ഇവരെന്താ ചെയ്യത്? അത് അവര് സൂക്ഷിച്ചു വെക്കും. വലിയ ക്യാഷ് ടീമാണ് അറബി കസ്റ്റമർ. അതെ അല്ലേ? അഫ്ഗാനി, ഇറാഖി, സൗദി, അടിപൊളി. അങ്ങനത്തെ കസ്റ്റമറാണ് യൂസ് ചെയ്യുന്നത്. അടിപൊളി. താങ്ക് യു സോ മച്ച്. വെൽക്കം. ഓൾ ദി ബെസ്റ്റ്. ഇതൊക്കെ സ്വർണത്തിൽ കണ്ടിട്ട് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയിട്ടോ. ഇതൊക്കെ ആരാണോ ഇടാൻ പോണത്? പൂച്ചത്തിന്റെ ലുക്ക്, പൂച്ചയുടെ ലുക്ക്. പൂച്ചത്തിന്റെ സോറി, ഡയലോഗ് വരുന്നല്ലോ അല്ലേ? സേഫ്റ്റി പിൻ വിഷമിക്കേണ്ടതാണ് സാരി അതെ. ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി വന്നതാണ്, മിന്റ് ലെമൺ സോഡ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇവിടെയാണ് അവിടെ നിന്നൊക്കെ പാട്ട് പാടാനുള്ളൊരു, അല്ല ഞാൻ പറഞ്ഞു, ഇതൊരു ഗായികയാണ് കേട്ടോ, ടീച്ചറാണ്, ഗായികയാണ്, പ്രസൻറ്റർ ആയിരുന്നു ഒരു പ്രൈവറ്റ് ചാനലിൽ. അടിപൊളി ഒരു പ്രോഗ്രാം പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്പം ഞാൻ പറഞ്ഞ സംഭവം എന്താ വെച്ചാൽ അടുത്ത തന്നെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങും കുട്ടി. ഷോ
ഇതെന്നൊക്കെ പ്രചോദനം എടുത്തിട്ട് ആലോചിക്കാം. അതെ, അപ്പം ഞാനിപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനോടും പറയുന്നൊരു കാര്യമാണ്. എന്തായാലും ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, ഞാൻ സ്ഥിരമായിട്ട് ചാനൽ കാണാറുണ്ട് റേസ് വേൾഡ് ഓഫ് കളേഴ്സ്. വളരെ ചെറിയ കാലം കൊണ്ട് തന്നെ കുറേ ഫോളോവേഴ്സ്, നല്ല നല്ല ഫോളോവേഴ്സ്, നല്ല നല്ല കമൻറ്റ്സ് പറയുന്നത്. കാരണം സാധാരണ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നൊരു ഇത് വെറുതെ ട്രോൾ ചെയ്യുക, ഒരു പണിയില്ലാണ്ട് വെറുതെ കമൻറ്റ്സ് ചെയ്യുക. പക്ഷേ രശ്മിയുടെ പേജിലൊക്കെ നല്ല കമൻറ്റ്സും നല്ല വ്യൂവേഴ്സാണ്. അതിന് ശരിക്കും വ്യൂവേഴ്സിനോട് തന്നെ ശരിക്കും നമുക്ക് താങ്ക് യു പറയണല്ലേ. കാരണം അങ്ങനെ നമുക്ക് നല്ല അഭിപ്രായങ്ങളും നല്ല ഫീഡ്ബാക്കും തന്നാൽ തന്നെയാണ് നമുക്ക് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ തോന്നും കുറേ കാര്യങ്ങൾ. അല്ല, എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ സാധാരണ സോഷ്യൽ മീഡിയ പോലെയല്ല യൂട്യൂബ്. കാരണം സീരിയസ് വ്യൂവേഴ്സാണ്. അവർ പറഞ്ഞ കമൻസിൽ നിന്നും നമ്മൾ എടുത്തിട്ടുള്ള കണ്ടന്റും ഒക്കെ അവർ വളരെ വിശദമായിട്ട് തന്നെ പറയും. ചില ആൾക്കാർ പിന്നെ വേഗമായിട്ട് പറയുന്ന ആൾക്കാരുണ്ട്, അതിപ്പോൾ എല്ലാ സ്ഥലത്തും ഉണ്ടാവും. എന്നാലും ഐ തിങ്ക് ഇൻ ജനറൽ ശരിക്കും നമുക്ക് ഐ തിങ്ക് അതുകൊണ്ട് തന്നെയായിരിക്കും ഈ ചാനലിൻ്റെ ഒരു സക്സസ് എന്ന് പറയുന്നത്. കാരണം അത്രയും നല്ല വ്യൂവേഴ്സ് ഇവിടേക്ക് ഞാൻ വന്നിട്ടുണ്ട്. ബട്ട് ഇപ്പം ഞാൻ വന്നിട്ടുള്ളത് വ്ളോഗ് എടുക്കാൻ വേണ്ടി മാത്രമാണ്. ഞാൻ വ്ളോഗിങ് മാത്രമാണ്. അത് ആ ഡെഡിക്കേഷൻ കാണുന്നുണ്ട്. കാരണം ഞാനിങ്ങനെ ഓരോ സാധനങ്ങളും കാണുമ്പോൾ ഇങ്ങനെ കണ്ണു മഞ്ഞളിച്ചൊരു സൈഡിലേക്ക് പോകുമ്പോൾ ഒരാളിങ്ങനെ സീരിയസ് ആയിട്ട് അത് മാത്രം നോക്കാൻ വേണ്ടി മാത്രം മനസ്സിൽ വിചാരിച്ച് കാര്യം. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ കുറച്ചെങ്കിലും ഒരു ആത്മാർത്ഥത വേണ്ടേ അല്ലേ? അല്ലാതെ കാണുന്നവർക്ക് കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് എത്രത്തോളം ആത്മാർത്ഥത ഉണ്ടെന്ന്. അതാണ് ഞാൻ എടുത്തു പറയുന്ന ആ കാര്യം. ഈസി ആയിട്ടുള്ള ടാസ്ക് അല്ല ശരിക്കും, നമുക്ക് ആ ഒരു ഡെഡിക്കേഷനോടെ. അല്ല, അതെന്ത് സംഭവം എന്ന് വെച്ചാൽ ശ്രീകുട്ടി, നമ്മളിത് ഒരിക്കലും ഡിസ്കസ് ചെയ്തിട്ടില്ലാത്തൊരു കാര്യമാണ് ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് ഞാൻ സെൽഫ് ക്യാമറയാണ്. പിന്നെ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം നമ്മൾ സംസാരിക്കാൻ ഒരു രസമായിരിക്കുമല്ലോ എന്ന് വെച്ചിട്ട് ഇൻട്രാക്റ്റീവ് ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇടയ്ക്ക് ക്യാമറ തിരിഞ്ഞു പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ ഫ്രണ്ട്സിനെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. പക്ഷേ എന്നാലും ക്യാമറയ്ക്ക് ഞാൻ തന്നെയായിരിക്കും കൂടുതൽ കൈകാര്യം ചെയ്യുക. കാരണം ഇപ്പോൾ വന്നിട്ട് ആൾക്കാരെ കൊണ്ട് അവരെ കൊണ്ട് നമ്മൾ കൂടുതൽ ചെയ്യുന്ന ബുദ്ധിമുട്ടല്ലേ. അതെ. പിന്നെ നമ്മൾ എഡിറ്റിംഗ് ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. സോ ഇതെല്ലാം ഇപ്പോൾ എനിക്ക് എൻ്റെ എന്താ പറയുക, നമ്മുടെ വ്യൂവേഴ്സിനോട് പറയാൻ കിട്ടിയ ഒരു ചാൻസും കൂടിയാണ്. ഞാനത് അങ്ങനെ എടുക്കുന്നത്. ആൾക്കാർ കാണുമ്പോൾ അറിയില്ല എങ്ങനെയാണ് ഇതിന്റെ പിന്നിലുള്ള നല്ലൊരു പോയിന്റ് ഇടാൻ പറ്റി. അപ്പോൾ ഞാൻ തന്നെയാണ് എഡിറ്റിങ്ങും ചെയ്യണത്. ഇതിൻ്റെ കണ്ടന്റ് ചൂസ് ചെയ്യുന്നതും ഞാൻ തന്നെയാണ്. ക്യാമറ തിരിഞ്ഞു പോകാം. അപ്പോൾ എല്ലാം ഞാൻ തന്നെ. ഞാനൊരു ഒറ്റയാൾ പട്ടാളമായിട്ട് ഫ്രണ്ട്സ് ഉണ്ട്, ഒരുപാട് ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്യാൻ. കേൾക്കുമ്പോൾ നമുക്ക് സ്വന്തം പുകഴ്ത്താന്ന് തോന്നിയാലും സംഭവം അതല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ശരിക്കും അത് വേറെ ആരെങ്കിലും പറഞ്ഞതിന് മുമ്പ് ഞാൻ പറഞ്ഞതാണ്, വേറൊന്നും കൊണ്ടല്ല. കാരണം എന്താ വെച്ചാൽ ഇറ്റ്സ് നോട്ട് എൻ ഈസി ടാസ്ക് ഇത് ഒറ്റയ്ക്ക് ചെയ്യുക എന്നുള്ളത്. നല്ലോണം കുറച്ച് സമയം അതിന് വേണ്ടി ചെലവാക്കാൻ ചെയ്യണം. അപ്പോൾ കാണുന്നൊരു ഇതിപ്പോൾ എളുപ്പമാണല്ലോ, ഒരു ക്യാമറ ഇട്ടുകൊണ്ട് നമ്മൾ ഇറങ്ങുകയാണ്. ആസ് മച്ച് ആസ് പോസിബിൾ അത്രയും നാച്ചുറൽ ആയിട്ടാണ് കൂടുതൽ സ്ക്രിപ്റ്റഡ് അല്ല. അതാണ് ഏറ്റവും വലിയ സംഭവം. നമുക്ക് സ്ക്രിപ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം ഇവിടെ വന്നിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇപ്പം ശ്രീകുട്ടി വന്നപ്പോൾ ശ്രീകുട്ടിക്ക് മനസ്സിലായില്ലേ, നമ്മൾ വന്നപ്പോൾ ഷോപ്സ് ഒന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കുറേ തേരാപ്പാര നടന്നു. പിന്നെ ഷോപ്സ് ഓരോന്നോരോന്നായിട്ട് തുറന്നു തുടങ്ങി. ഞങ്ങൾ തുറപ്പിച്ചു. പിന്നെ നമ്മൾ ചെല്ലുമ്പോൾ ചിലർ പറയും ഷൂട്ട് ചെയ്യരുത് എന്ന് പറയും അല്ലേ. പിന്നെ കാണുന്നത്ര ഈസി അല്ല. നമ്മൾ ഓരോ സ്ഥലത്തേക്ക് വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണേ, ഈശ്വര അവരെല്ലാം സമ്മതിക്കണേ. പിന്നെ നമുക്ക് സൗണ്ട് ഇല്ലാത്ത ഇപ്പം എല്ലാവരും പറയുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്നെ കാണിക്കുന്നില്ല എന്ന് പറയും. അപ്പോൾ എന്നെ കാണിക്കാത്ത എന്തുകൊണ്ടാണ്? കാരണം എനിക്ക് സെൽഫായിട്ട് ഷൂട്ട് ചെയ്യുമ്പോഴത്തേനും സൗണ്ട് ഇല്ലാത്തൊരു സ്ഥലം കിട്ടണം, അല്ലെങ്കിൽ ആൾക്കാർ വന്ന് ഡിസ്ട്രാക്ട് ചെയ്യും. അപ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു ഡിസ്ട്രാക്ഷൻ വന്നിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് നമുക്കിത് വൈൻഡപ്പ് ചെയ്യണം. അതെ. അപ്പോൾ നമുക്ക് കുറച്ചപ്പുറത്തേക്ക് മാറിയിരുന്ന് ഒരു പാട്ടായിരുന്നു നമ്മുടെ ഒരു ലക്ഷ്യം. പാടിയാലോ? പാടാം. സൈലന്റ് ആയിട്ടുള്ള സ്ഥലത്ത് പോയിട്ട് നമുക്ക് പാടാം. ഞങ്ങൾ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഞാൻ അപ്പോൾ നമ്മുടെ കൂടെ വന്നതാണ്. അപ്പോൾ നമ്മൾ മാക്സിമം മുതലെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം. അപ്പോൾ അടുത്തത് ഒരു നല്ല ഗാനങ്ങൾ. ശരി, ഓക്കെ ഓക്കെ. ഒരു മലയാളം പാട്ട് വേണം, പഴയൊരു പാട്ട്. അവിടുന്നിൻ ഗാനം കേൾക്കാൻ ചെവിയോർത്തിട്ടരികിലിരിക്കെ സ്വരരാഗ സുന്ദരിമാർക്കോ വെളിയിൽ വരാനെന്തൊരു നാണം, വെളിയിൽ വരാനെന്തൊരു നാണം, അവിടുന്നിൻ ഗാനം കേൾക്കാൻ. സൂപ്പർ ആയിട്ടുണ്ട്. സൂപ്പർ. അപ്പോൾ പാട്ട് സൂപ്പറായിരുന്നു. താങ്ക് യു. അപ്പോൾ അടുത്ത വീണ്ടും ഒരു വ്ളോഗിൽ നമ്മൾ ഒരുമിക്കുന്നതായിരിക്കും. കൂടുതൽ പാട്ടുകളും ചെക്കളാട്ടുകളും
കൂടുതൽ പാട്ടുകളൊക്കെ ആയിട്ട്. യെസ്. ഓക്കെ, ഇന്ന് ഒരു പാട്ട് കിട്ടിയുള്ളൂ, അത് പോരാ ഞങ്ങൾക്ക്. കുറെ പാട്ടുകളാണ്. പാട്ട് ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളൊക്കെ, അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി സൈലന്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോവാം. ഈ ഷൂവിൻ്റെ ബക്കിൾസ് മുഴുവൻ ഗോൾഡാണ്. ദേഹം നിറച്ച് സ്വർണ്ണ പ്രാന്തന്മാരുണ്ടല്ലോ. World's largest, biggest ring. നമുക്ക് നോക്കാം. That's not for sale. ഇതൊക്കെ ഇവിടുത്തെ ട്രഡീഷണൽ ഡിസൈൻസ് ആണ്. ചില ഓർണമെൻറ്റ്സ് ഒക്കെ കാണുമ്പോൾ ശരിക്കും നമ്മുടെ ഒരു ട്രഡീഷണൽ ഓർണമെൻറ്റ്സുമായിട്ട് ചില സിമിലാരിറ്റീസ് തോന്നും. കാശിമാലയൊക്കെ കണ്ടില്ലേ? എന്റെ ശ്രീകുട്ടി കണ്ണു മഞ്ഞളിക്കണേ, നമ്മളെ കാണാല്ലോ കേട്ടോ. ഗോൾഡിന്റെ ബാക്കിൽ നിന്നിട്ട്, അല്ല ഗോൾഡിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട്. അതെ, ആംഗിൾ മാറ്റി പിടിക്കാം. അതെ, അപ്പൊ സ്വർണ്ണത്തിന്റെ ലൈറ്റ് അടിക്കുമ്പോ തന്നെ നമുക്ക് ഒരു തേജസ്. നമ്മൾ തിളങ്ങണത് നമ്മളെന്താ പറയണത്. ഫുള്ള് കോമഡിയായി. അപ്പൊ എന്തായാലും ഞങ്ങളുടെ കണ്ണിങ്ങനെ മഞ്ഞളിച്ചിരിക്കുകയാണ് ശരിക്കും അല്ലേ. സ്വർണം കണ്ടിട്ട് ഞങ്ങൾക്ക് ആ ഒരു ഞങ്ങൾക്കൊരു ഗ്ലോ വന്നു, ഒരു ആത്മവിശ്വാസം. ഒന്നും വാങ്ങിച്ചില്ലെങ്കിലും വാങ്ങിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഭർത്താക്കന്മാരൊക്കെ ആയിട്ട് വരണം. പിന്നെ ഇവിടുത്തെ സാധനങ്ങൾ അല്ല, ഒരു കാര്യം ഉറപ്പായി, ഇന്ന് രാത്രി എന്തായാലും രൂപേഷിനെയും കൂട്ടിയിട്ട് വരുന്നുണ്ടാവും ശ്രീകുട്ടി. എന്നെ ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കല്ല അവിടുന്ന്. എന്നെ ഓരോരോ കാര്യങ്ങൾ കാണിച്ചിട്ട് എന്നെ നോക്കു ചേച്ചി, ഇത് നോക്കൂ അത് നോക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ഇതാക്കിക്കൊണ്ടിരിക്കുന്നു, എന്നെ ഡിസ്ട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ സാധാരണ വ്ലോഗ് ചെയ്യാൻ വരുമ്പോൾ ഒന്നും വാങ്ങിക്കില്ല. അപ്പോൾ എല്ലാവരും ചോദിക്കും എന്താ വാങ്ങിച്ചു ചേച്ചി, എന്താ വാങ്ങിച്ചതെന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ എനിക്കൊന്നും വാങ്ങിക്കാൻ പറ്റില്ല, കാരണം നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കണോ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പറ്റില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ, ഞാൻ മുന്നേ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ഈ ഗോൾഡ് സെയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെയൊക്കെ കൈയൊക്കെ ഭയങ്കര ഇങ്ങനെ ഗോൾഡ് തൊട്ടിട്ടാന്ന് തോന്നുന്നു. കുറച്ചിങ്ങനെ ഒരു പണ്ടൊക്കെ സ്വർണ്ണം മരിച്ചു കൊടുക്കില്ലേ കുട്ടികൾക്ക്? അല്ല പണ്ടല്ല, ഇപ്പോഴും ഉണ്ട്. ഞങ്ങൾക്ക് അതൊക്കെ ഫുൾ അബ്സോർബ് ചെയ്തൊരു ഫീലാണ് സത്യമായിട്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ വിസിറ്റിനൊക്കെ വരുന്ന ആൾക്കാർ എന്ത് തന്നെയായാലും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വരേണ്ട ഒരു സ്ഥലമാണ്. ഞങ്ങളത് റെക്കമെൻഡ് ചെയ്യുന്നു. ബിക്കോസ് അത്രയും ഒരു കാണേണ്ട കാഴ്ചകളാണ്. ഇനി പറഞ്ഞത് ഒറ്റ പോയിന്റ് ഓർക്കേണ്ടത്, വരുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ആ കറക്റ്റ് ആയിട്ടുള്ള ലൈനുകളിലൂടെ മാത്രം നടക്കുക, സൈഡ് ലൈനിലേക്ക് ഒന്നും പോകേണ്ട ആവശ്യമില്ല. പിന്നെ ഇവിടെ വന്ന് സ്വർണം വാങ്ങിക്കണം എന്ന് പണ്ട് പറഞ്ഞിരുന്ന ആ ഒരു ഇതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം അത്ര ഒരു ഭയങ്കര ലാഭം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. അതെ, മാത്ര ഭയങ്കര ലാഭമൊന്നുമില്ല വാങ്ങിച്ചുകൊണ്ടാവും. പിന്നെ ക്വാളിറ്റി നമുക്ക് വിശ്വസിക്കാൻ പറ്റും. പിന്നെ എന്തായാലും വേറൊരു കാര്യം ഞാൻ നാട്ടിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. വരുന്നവർക്കൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഇത് വാങ്ങാനേ. അല്ല അതല്ല, പിന്നെ വിസിറ്റിന് വരുന്ന വേറൊരു കാര്യം ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഒരു കണക്കുണ്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. അത് കറക്റ്റ് എനിക്കിപ്പോൾ അറിയില്ല. ബട്ട് അതൊന്ന് നോക്കി എത്ര ഗ്രാമേ പറ്റുള്ളൂ. പിന്നെ ഇവിടെ 1 year താമസിച്ചവർക്ക്, 10 year താമസിച്ചവർക്ക് ഒക്കെ കൊണ്ടുപോകാൻ പറ്റുന്നതിന് കണക്കുകളുണ്ട്. സോ അത് കണക്ക് നോക്കണം. നമ്മളിവിടെ വന്നിട്ട് ഒരുപാട് വാങ്ങിച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റാണ്ട് അല്ലെങ്കിൽ ഡ്യൂട്ടി ഒക്കെ പേ ചെയ്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, നഷ്ടമാണ്. അതെ. സോ അത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു വ്ലോഗിൽ പറയാനുള്ളത്. അടിച്ചു പൊളിച്ചു. കുറെ കാര്യങ്ങളൊക്കെ ഞാനല്ല, ഇവിടെ ഒരാൾ കണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ കണ്ടുവച്ച കാര്യം ഞാൻ പിന്നെ പറയാം. ഇല്ല, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും. ഞങ്ങൾ പറയായിരുന്നു സ്ഥിരമായിട്ട് നമ്മുടെ ഇന്ത്യൻ ഫെമിലിയർ ആയിട്ടുള്ള ഇന്ത്യൻ ബ്രാൻഡ്സ് ഉള്ള ഷോപ്സിലാണ് നമ്മൾ എപ്പോഴും പോകുന്നത്. ഇവിടെ കുറേ അറബ് ജ്വല്ലറി, അറബ് ഇതില്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ കണ്ടത്, അറബ് ജ്വല്ലറിക്ക് ഏറ്റവും മേക്കിംഗ് ചാർജ് കുറവ് അറബ് ജ്വല്ലറിക്കാണ്. ഇവിടുത്തെ ലോക്കൽ നമ്മൾ കണ്ടു. ചില ഒരു സ്ഥലത്ത് നമ്മൾ കയറിയപ്പോൾ ഷൂട്ട് ചെയ്യാൻ സമ്മതിച്ചില്ല അവര്. അപ്പോൾ അവര് പറഞ്ഞത് 0% മേക്കിംഗ് ചാർജ് ഇല്ല. ലോക്കൽ ഡിസൈൻസ് ആണ് അവരുടെ ട്രഡീഷണൽ സംഭവങ്ങളായതുകൊണ്ട്. പക്ഷെ ട്രഡീഷണൽ ചിലതിന് ഭയങ്കര ഇതിലൊന്നും കണ്ടു കേട്ടോ. അതും കണ്ടു, രണ്ടും കണ്ടു. നമ്മൾ 2 കാറ്റഗറി സംഭവങ്ങളും കണ്ടു.
സോ അപ്പോൾ ഒരു കാര്യം എന്തായാലും ഗോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഗോൾഡ് എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ യൂണിവേഴ്സലാണ്. നമുക്ക് പെണ്ണുങ്ങളുടെ കൺട്രോൾ പോയി. സംഗീതത്തിനും ഭാഷയില്ല എന്ന് പറഞ്ഞാൽ ഗോൾഡിന് നോ ബോർഡേഴ്സ് ആണ്. സത്യം. അപ്പോൾ എനിക്ക് വിസിറ്റിന് വരുന്ന ആൾക്കാർക്ക് ഒന്നും കൂടി ഒരു ടിപ്പും കൂടി പറഞ്ഞു കൊടുക്കാനുള്ളതാണ്, നമ്മുടെ ഇന്ത്യൻ ജ്വല്ലറി മാത്രമല്ല ഇവിടുത്തെ UAE ട്രഡീഷണൽ ആയിട്ടുള്ള ജ്വല്ലറിയും കൂടി കയറി നോക്കുക. കാരണം അതൊരു വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്, അല്ലേ? ഡെഫിനറ്റ്ലി. സോ ഇന്നത്തെ അപ്പോൾ വ്ളോഗ് അവസാനിപ്പിക്കാനുള്ള സമയമായിട്ടുണ്ട്. ഒരുപാട് കാഴ്ചകൾ കണ്ടു. ഞങ്ങളെപ്പോലെ തന്നെ നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ശ്രീകുട്ടി ഡാർലിംഗ്, താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ എന്തായാലും ഇനി ഇതുപോലെ ഒരുപാട് ബ്യൂട്ടിഫുൾ വ്ളോഗ്സ് ഉണ്ടാവട്ടെ. നമുക്ക് കാണാം. ഞാൻ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ അടുത്ത പ്രാവശ്യം കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ. ഹാവ് എ ഗ്രേറ്റ് ഡേ. അവിടുന്നിൻ ഗാനം കേൾക്കാൻ ചെവിയോർത്തിട്ടരികിലിരിക്കെ സ്വരരാഗ സുന്ദരിമാർക്കോ വെളിയിൽ വരാനെന്തൊരു നാണം, വെളിയിൽ വരാനെന്തൊരു നാണം.